ഹലോ, കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ റെസിപ്പിയായ മരുന്ന് കഞ്ഞിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് മരുന്നുകൾ, അതായത് ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്താണ് നമ്മൾ ഈ കഞ്ഞി തയ്യാറാക്കുക. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്ന ഒരു ഓർമ്മ വെച്ച് ഞാൻ ഉണ്ടാക്കുകയാണ് ഈ മരുന്ന് കഞ്ഞി. അതിനായി നമുക്ക് മരുന്ന് ആദ്യം പൊടിച്ചെടുക്കാം. അതിന് ഒരു സ്പൂൺ ഓവ എന്ന് പറഞ്ഞാൽ അയമോദകം, പിന്നെ ഒരു സ്പൂൺ ചതവുപ്പ, ഒരു സ്പൂൺ ജീരകം, പിന്നെ ഒരു സ്പൂൺ ആശാളി, പിന്നെ ഒരു കഷ്ണം ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടി ഒരു ഡബ്ബയിൽ ഇട്ട് വയ്ക്കുക. നമ്മൾ കഞ്ഞി വയ്ക്കുമ്പോൾ ഓരോ സ്പൂൺ പൊടി ഈ കഞ്ഞിക്കകത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. മരുന്ന് കഞ്ഞിക്ക് ഞവരരി ഒക്കെ ഉപയോഗിക്കും, പക്ഷേ എൻ്റെ അടുത്ത് ഉണക്കല്ലരി ഉള്ളൂ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നത്. അരി നല്ലതുപോലെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ച ഉലുവയാണ്. ഒരു പിടി ഉലുവ, ഒരു അര ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പിടി ഉലുവ കുതിർക്കാൻ വെക്കണം. അത് രണ്ടും കൂടെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ദഹനം നന്നായി നടക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഈ മരുന്ന് കഞ്ഞി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അരിയും ഉലുവയും കൂടെ നന്നായി വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. കർക്കിടക മാസം മുഴുവനോ 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ ഒക്കെ നമുക്ക് കഞ്ഞി കുടിക്കാം ഈ മരുന്ന് കഞ്ഞി വെച്ചിട്ട്. അത് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ചെയ്യാം. വല്ലാതെ കുറുകിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തു, ഒരു കഞ്ഞിയുടെ കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇളക്കി കൊടുത്ത് തിളയ്ക്കാൻ വയ്ക്കാം നമുക്ക്. ഇപ്പോൾ കഞ്ഞി തിളച്ചു. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് ഡബ്ബയിലിട്ട് വെച്ച മരുന്നിൻ്റെ പൊടിയാണ്. അതൊരു 1-1.5 ടീസ്പൂണ് ഇട്ട് കൊടുക്കണം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയായി. മരുന്ന് കഞ്ഞിയുടെ റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇനി ഇതിൽ ആദ്യമൊക്കെ ഇത് ഉപ്പിടാതെയാണ് പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ തരിക. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇന്ദുപ്പ് ചേർത്ത് കഴിക്കാം. ഞാൻ ഇന്ദുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കാതെയും കഴിക്കാം. ഇനി നമുക്ക് കഞ്ഞി സെർവ് ചെയ്യാം. ചൂട് കഞ്ഞിയിൽ നല്ല ഒരു സ്പൂണ് നെയ്യ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കുക. കഞ്ഞിയുടെ കൂടെ ചുട്ട പപ്പടോ ചമ്മന്തിയോ ചമ്മന്തിപ്പൊടിയോ ഒക്കെ കഴിക്കാം. പിന്നെ അധികം സ്പൈസി ആയിട്ടുള്ള ഒന്നും നോൺ വെജും ഒന്നും കഴിക്കരുതെന്നാണ് പറയുക. ഇലക്കറികൾ വെറുതെ വാട്ടിയെടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ കഞ്ഞിയുടെ കൂടെ ചേർത്ത് കഴിക്കാം. ചുട്ട പപ്പടവും ചമ്മന്തിപ്പൊടിയും ചേർത്താണ് ഞാൻ ഈ കഞ്ഞി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ 7 ദിവസമെങ്കിലും മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക, രോഗപ്രതിരോധ ശേഷി കൂട്ടുക. താങ്ക് യു.